പിന്നെ ഈ ഒരു ടീമിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇത്രയും വലിയൊരു തോൽവി ടീം വേറെ ഉണ്ടോ? അതായത് എവിടെ വരെ പോയൊരു ടീമായിരുന്നു, അത്രയും പീക്കിലെത്തിയ ടീമായിരുന്നു. റൊണാൾഡോ, വെയിൻ റൂണി അവരൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ, അല്ലെങ്കിൽ അലക്സ് ഫെർഗൂസിന്റെ കാലഘട്ടത്തിൽ എല്ലാവരും പേടി സ്വപ്നമായിട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. ഒരിക്കലും അവരെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവരെ നേരിടാൻ പറ്റാത്ത അത്രയും വലിയ ശക്തരായിട്ടുള്ള ടീമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷെ ഇപ്പൊ അവർ എത്തി നിൽക്കണ എവിടെയായിരുന്നു? ഒരു കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോച്ച് പോലും ഇല്ലാണ്ട്, സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു കോച്ച് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ എത്തി നിൽക്കുന്നത്. ആദ്യം ഇപ്പൊ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ മുകളിൽ ഇങ്ങനെ ഇതാക്കും. അതായത് ഇപ്പൊ ഇയാളാണ് തെറ്റുകാരെന്ന് പറഞ്ഞിട്ട് കോച്ചിനെ പുറത്താക്കും, കോച്ച് തെറ്റുകാരനല്ല വേറെ ആള് തെറ്റുകാരെന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്താക്കും. അങ്ങനെ ഓരോ പ്ലേയേഴ്സിന്റെ മേത്ത് ബ്ലെയിം ആക്കും. ഇപ്പൊ കുറച്ചു കാലം അവർ ഡിഗിയായിരുന്നു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഡിഗിയെ പുറത്താക്കി. പുതിയ ഗോൾ കീപ്പർ വന്ന് പുതിയ ഗോൾ കീപ്പർ ഓനാനെ ചെയ്യും തന്നെ. അതായത് പ്ലേയേഴ്സിന്റെ പ്രശ്നമല്ലത്, എന്നാ കോച്ചിന്റെ ആണോ? കോച്ചിന്റെ അല്ല. മാനേജ്മെന്റ് ആണോ? അതുമല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാതും മൊത്തത്തിൽ തകർന്ന് കെടുക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് റൊണാൾഡോ വരുന്നവരെ പ്രശ്നം, റൊണാൾഡോ വാസ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ മീഡിയ, ഓൾവേസ് അങ്ങനെ തന്നെയാണ്. റൊണാൾഡോ ഏതൊരു ടീമിൽ പോവുകയാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് അവർ പ്രോബ്ലം വന്നിട്ട് അവിടെ ഇരിക്കും. പിന്നെ എന്താ പറയാ, ടെൻഹാഗ് ഇല്ലെന്നോ? എറിക് ടെൻഹാഗ്. പിന്നെ കുറച്ചു കാലം റൊണാൾഡോ ആണ് പ്രോബ്ലം എന്നിട്ട് കുറെ കാലം അവർ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എന്താണ്, റൊണാൾഡോ പോയപ്പോ പിന്നെ എന്താ, റൊണാൾഡോ അല്ലേ പ്രോബ്ലം പോയല്ലോ, എന്താണ് സ്വാഭാവികമായിട്ട് എന്താ നടക്കേണ്ടത്? ആ ടീം രക്ഷപ്പെടലേ വേണ്ടി നേരെ തിരിച്ചാടുന്നത്. 4ാം സ്ഥാനത്ത് എത്തിച്ച റൊണാൾഡോന്റെ ടീമിന് ഇപ്പൊ നമ്മളെവിടെ കാണുന്നത്? അടിയിലാ കാണുന്നത്. മിഡ് ടേബിളിലാണ് ഇപ്പൊ യുണൈറ്റഡ് കിടക്കുന്നത്. റൊണാൾഡോ ഉണ്ടായിരുന്ന സമയത്ത് റൊണാൾഡോ ചാമ്പ്യൻസ് ലീഗ് എത്തിച്ച്, അല്ലെ അവിടെ വലിയൊരു പ്രകടനം കാഴ്ചവെച്ച്. ഇപ്പൊ അവരെവിടെയാണ്? ചാമ്പ്യൻസ് ലീഗ് കിട്ടുമോ കിട്ടില്ല എന്നുള്ള ഒരു സംശയത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അത്രയും വലിയ പടുകുഴിയിലെത്തി. വലിയൊരു കോച്ച് വന്നിരുന്നു, എറിക് ടെൻഹാഗ് എന്ന് പറഞ്ഞിട്ട്. ഓനെന്താ കാണിച്ചു? ഒരു തേങ്ങ കാണിച്ചില്ല. പറയണ്ടോ, 100% യാഥാർത്ഥ്യമാണ്. ആ ടെൻഹാഗാണ് യുണൈറ്റഡിനെ ഇങ്ങനെ നശിപ്പിച്ചത്. ക്രിസ്ത്യാനോ ഡെഗിയൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ ഇവര് പറഞ്ഞ ഈ പ്രോബ്ലമാണ് ഒരു സീസണിൽ 24 ഗോൾ അടിച്ചത്. ഈ പ്രോബ്ലമാണ് ചാമ്പ്യൻസ് ലീഗിൽ 6-7 ഗോൾ അടിച്ചിട്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ വരെ എത്താൻ കഴിഞ്ഞത്. ആ ഒരു പ്രോബ്ലം എന്ന് അവർ പറഞ്ഞ ആ പ്രോബ്ലം സത്യത്തിൽ പറഞ്ഞ പ്രോബ്ലം അല്ല, അതൊരു സൊല്യൂഷൻ ആയിരുന്നു. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു കറക്റ്റായിട്ട് ഉള്ള ഒരു കോച്ചിന്റെ കൈ കിട്ടി കഴിഞ്ഞാല് ക്രിസ്ത്യാനോ എത്ര ഡേഞ്ചറസ് ആണെന്ന് റൊണാൾഡോ പലപ്പോഴും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എത്ര മാരകമായിട്ടുള്ള വെപ്പണാണെന്നുള്ളത്. പക്ഷെ അതും കൂടി മനസ്സിലാക്കാതെ എപ്പോഴും ക്രിസ്ത്യാനോ ബ്ലെയിം ചെയ്തുകൊണ്ട് അവസാനം ക്രിസ്ത്യാനോ യുണൈറ്റഡ് വിട്ടു. ക്രിസ്ത്യാനോ യുണൈറ്റഡ് വിട്ടതിന് ശേഷം അതിലും താഴേക്കാണ് യുണൈറ്റഡിന്റെ ഗ്രാഫ് പോയത്. അതിലും താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ താഴെ. ഇപ്പൊ നിരന്തരമായിട്ട് കളി തോറ്റുകൊണ്ടിരിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ എവിടെയില്ല, പ്രീമിയർ ലീഗിൽ എവിടെയില്ല. തോറ്റിട്ട് ഇപ്പൊ യുണൈറ്റഡ് ഫാനാ തന്നെ പറയാൻ പലർക്കും നാണക്കേടായിരിക്കും. അപ്പൊ എന്തായാലും ഇങ്ങനെ അവസ്ഥയിൽ എത്തിച്ചത് ടെൻഹാഗ് എന്ന് പറഞ്ഞ ആ കോച്ചിന് 100% ഉത്തരവാദിത്തമുണ്ട്. പടുകുഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ്. ഇനി തിരിച്ചറിവുണ്ടാവോ എന്ന് അറിയില്ല. എന്നാലും തിരിച്ചറിവിന് വേണ്ടി റെഡ് ഡെവിൾസിന്റെ ഫാൻസ് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതെ, അതന്നെ പറയാനുള്ളത്. അതായത് ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു വരട്ടെ, നേരിട്ട് തിരിച്ചു വരട്ടെ. ഇപ്പൊ കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്, മാനേജ്മെന്റ് മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ കോച്ച് വരും, അങ്ങനെ കുറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതിയ സൈനിങ്സ് വരട്ടെ. അപ്പൊ അവർ സൈൻ ചെയ്ത പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ആന്റണി അവിടെ കിടന്നത് കാട്ടുന്നത്. ഇത്രയും എന്താണ് ട്രോളർമാർക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുത്ത പ്ലെയർ വേറെ ഉണ്ടോ? എന്തിപ്പോ ട്രോളർമാരെ നിന്നും തിരിഞ്ഞും ട്രോളിക്കൊണ്ട് ആന്റണിനെ. അത് കഴിഞ്ഞിട്ട് വേറെ പ്ലെയർ വരുന്ന. ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി സിറ്റുവേഷനാ. ഒരു പ്ലെയർ വരുന്നത് പീഡിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ പെൺകുട്ടിനെ അടിച്ചിട്ട് അവിടെ പോകുന്നത്, വേറെ പ്ലെയർ വരുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഇഞ്ചുറി ഒരു ഭാഗത്ത്, ഇതുപോലെ പ്ലെയേഴ്സ്, ഇപ്പൊ മാർക്ക് ഗ്രീൻവുഡിനെ പോലത്തെ പ്ലെയേഴ്സ്, ഗ്രീൻവുഡിനെ പോലത്തെ പ്ലെയേഴ്സ്, അത്രയും പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സ് പോലും ഇതുപോലെ ഓരോ കേസിൽ പെട്ടിട്ട് ടീമിൽ പോണ്. അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ടീമില്. എന്താ പറയാ, ബാക്കിയുള്ള ടീമൊക്കെ അവിടെ ഇഞ്ചറി മാത്രമേ ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ പ്രശ്നം. പക്ഷെ ഈ യുണൈറ്റഡിന് ഇതുപോലത്തെ വിയേർഡ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളാണ് യുണൈറ്റഡിന്. ആരും കേട്ടിട്ടും കണ്ടില്ലാത്ത പ്രശ്നങ്ങൾ. ഒരവസ്ഥ തന്നെയാണ്. പിന്നെ എന്തായാലും വളരെ മോശം അവസ്ഥയിലാണ് യുണൈറ്റഡ്. തിരിച്ചു വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് തിരിച്ചു വരട്ടെ, തിരിച്ചു വരും തന്നെ നമ്മൾ പ്രതീക്ഷ. തിരിച്ചു വരും തന്നെ ചെയ്യും.
കാരണം യുണൈറ്റഡ് പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഇതിനെക്കാട്ടി വലിയ തകർച്ചയിൽ പോയിട്ടുണ്ട്, എന്താണ് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ യുണൈറ്റഡ് ഫാൻസ് ആയ നമ്മളെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഇനി തോറ്റു ഇനി ഡിവിഷൻ മാറി സെക്കൻഡ് ഡിവിഷൻ ആയി റിലിഗേറ്റഡ് ആയി അല്ലെങ്കിൽ എന്താ പറയുക അത്രയും പടുകുഴിയിലേക്ക് പോയി കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ടാവും. യുണൈറ്റഡ് ഫാൻസ് പറഞ്ഞാൽ ഇപ്പൊ മറ്റേ എറിക് ആന്റണോ പറഞ്ഞ തോന്നുന്നു, അതായത് എറിക് ആന്റണോ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും മാറ്റാം, നമുക്ക് നമ്മളെ വൈഫിനെ മാറ്റാം, നമുക്ക് ആരെ വേണമെങ്കിലും മാറ്റാം, പക്ഷെ നമുക്ക് നമ്മളെ ഫേവറേറ്റ് ടീമിനെ മാറ്റാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ കെടുക്കണം. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ക്രഷ് എന്നൊക്കെ പറയണ പോലെ അത് അവിടെ കെടുക്കണം, നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രീമിയർ ലീഗിൽ കണ്ടുവരുന്ന സംഭവമാണ് എന്ത് ടോപ്പ് 4 റേസ് എന്ന് പറഞ്ഞാൽ, അതായത് ട്രോഫിനെക്കാട്ടും വലിയ പ്രാധാന്യം ഒരു ടോപ്പ് 4 കൊടുക്കുകയാണ്. ഇപ്പോൾ എന്താ ഒരു ടീം ടോപ്പ് 4 എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് 4 എത്തിയല്ലോ, ഇപ്പൊ ട്രോഫി വേറെ ഏതെങ്കിലും ടീം എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി ട്രോഫി എടുത്തിട്ടുണ്ടാവും, പക്ഷെ അതേ സമയത്ത് എന്താണ് ടോപ്പ് 4 റേസിൽ ബാക്കിയുള്ള ടീമുകൾ എത്തിയാൽ ടോപ്പ് 4 എത്തി എന്ന് പറഞ്ഞിട്ട് അവർ വലിയ പേരുണ്ടാകും. സംഭവം ശരിയാണ്, ചാമ്പ്യൻസ് ലീഗ് എത്തണം പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ നേരെ മറിച്ച് ഒരു ടീം ഇപ്പോൾ ടോട്ടനം പോലത്തെ ഒരു ടീം കഴിഞ്ഞ 10 വർഷമായിട്ട് ടോപ്പ് 4 ഇങ്ങനെ നിൽക്കണെന്ന് പറഞ്ഞാൽ അതിലെന്ത് കാര്യമുള്ളത്? അതിലൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് ഇപ്പോൾ ന്യൂകാസ്റ്റ് പോലത്തെ ഒരു ടീം, ഒരു ചെറിയൊരു ടീം അല്ലെങ്കിൽ എന്താണ് പറയുക അണ്ടർ ഡോഗ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ടീം ടോപ്പ് 4ലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, അത് വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. കാരണം അവർ ചാമ്പ്യൻസ് ലീഗ് ഇത്ര കാലം കളിക്കാത്ത ടീം. നേരെ മറിച്ച് എല്ലാ വർഷവും സെക്കൻഡും തേർഡും ആയിട്ട് ഇവർ ടോപ്പ് 4 കയറി വലിയൊരു ആഘോഷം പോലെ കൊണ്ടെടുക്കുന്നതുകൊണ്ട് അത് വലിയൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. ഒന്നാമത് ഫാൻസുകാർ ചെയ്യണത്. അത് ശരിയാണ്. ഇപ്പൊ ഒരുപാട് വലിയ ലെഗസി ഒക്കെ കീപ്പ് ചെയ്യുന്ന വലിയ വലിയ ക്ലബുകൾ ഉണ്ടാവും. ഇപ്പൊ യുണൈറ്റഡ് ആയാലും ലിവർപൂൾ ആയാലും ടോട്ടൻഹാം ആയി കഴിഞ്ഞാലും ഒരുപാട് ലെജൻസ് വന്ന് കളിച്ച് ഒരുപാട് ട്രോഫീസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടി, അതുപോലെ മറ്റ് ചാമ്പ്യൻസ് ലീഗ് നേടി വലിയ പൊസിഷനിൽ എത്തി നിൽക്കുന്ന ക്ലബുകൾ. അവർ ജസ്റ്റ് ടോപ്പ് 4 എത്തിയതിന്റെ പേരിൽ മാത്രം ഇത്ര വലിയ ആശ്വാസം അല്ലെങ്കിൽ എന്താണ് സന്തോഷം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ആ കപ്പ് നേടിക്കണം, ആ പ്രീമിയർ ലീഗ് നേടണം. അല്ലെങ്കിൽ ഇതിപ്പോ ടോപ്പ് 4 റേസ് പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ മറ്റേത് ലീഗിലാണെങ്കിൽ പോലും, സീരിയ ആണെങ്കിൽ ലാ ലീഗ് ആണെങ്കിൽ പോലും എല്ലാ ലീഗിലും ലീഗ് കപ്പ് നേടണം. അതിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ല ടോപ്പ് 4 റേസിന് വലിയ അർത്ഥമൊന്നുമില്ല. ടോപ്പ് 4 എത്തി എന്ന് കരുതിയിട്ട് കപ്പ് കിട്ടിക്കോളണമെന്നില്ലല്ലോ.